നാണം കെട്ടവർക്ക് ശരീരത്തിൽ ആല കിളിർത്താലും അത് തണലായി കാണാൻ യാതൊരു വൈമനസ്യവും ഉണ്ടാകില്ല. ഉന്നതരെ പ്രീണിപ്പിച്ച് തന്റെ ഇരിപ്പിടമുറപ്പിക്കാൻ വെമ്പി നടക്കുന്ന അധികാരമോഹികളാണെങ്കിൽ ആ ആലിന് വെള്ളമൊഴിച്ച് നിർവൃതി അടയുകയും ചെയ്യും. സാമാന്യ മര്യാദ കരുതി ഇതിനെ അവഗണിച്ചാൽ മതിയെന്ന് ഈ സത്യാനന്തര കാലത്ത് കരുതിയിരുന്നാൽ ആലിൻ തൈകൾ നമ്മെ മൂടിക്കളയും. സംസ്ഥാനത്തെ 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർ ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എന്ന സംഘപരിവാർ സഹയാത്രികൻ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് മുൻപിൽ അപഹാസ്യനായത് വാർത്തകളിൽ നിറഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടിയെ പരിഹസിച്ച കുട്ടികളോട് നിങ്ങൾ പാറ്റകളല്ലെന്ന് പറയൂ എന്ന് വേദിയിൽ നിന്ന് മൈക്കിലൂടെ ആഹ്വാനം ചെയ്തു. ഒന്നിലേറെ തവണ വിളിച്ചു പറഞ്ഞിട്ടും കുട്ടികൾ മൗനം കൊണ്ട് മറുപടി നൽകി. ഒരു കുട്ടി ഒഴികെ മറ്റാരും മിണ്ടാതിരുന്നപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ, ചായ കിട്ടിയില്ലേ എന്നൊക്കെ ബാലിശമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് തലയൂരുകയായിരുന്നു മോഹനൻ കുന്നുമ്മൽ എന്ന VC. മൗനം പുതിയ തലമുറയിലെ കുട്ടികളുടെ കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഷയാണെന്ന് സംഘപരിവാർ ചട്ടുകമായ ഗവർണർ ചാർത്തിക്കൊടുത്ത വൈസ് ചാൻസലർ മേലങ്കിക്കുള്ളിലെ അധികാരത്തിന്റെ പരിധി മറന്ന ആ ബ്യൂറോക്രാറ്റിന് മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന് അറിയില്ല. അറിഞ്ഞാലും താൻ നാണം കെട്ടതാണ് എന്ന തിരിച്ചറിവുണ്ടായിട്ടുണ്ടാകില്ല. പക്ഷേ വേദിയിലുണ്ടായിരുന്ന സാക്ഷാൽ ചാൻസലർ രാജേന്ദ്ര അർലേക്കർ സാധാരണ പാറ്റയാവാതെ സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികളായി വളരണമെന്നും പാറ്റ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലല്ല ഇതൊക്കെ പറയുന്നതെന്നും വിശദീകരിച്ച് തന്റെ അനുഗാമിയായ VCയെയും തങ്ങളിൽ ദൗത്യമേൽപ്പിച്ച തലതൊട്ടപ്പന്മാരെയും വിശുദ്ധരാക്കാൻ ശ്രമം നടത്തി. നമ്മുടെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ അച്ചാരം വാങ്ങി ഇറങ്ങിയിരിക്കുന്ന മോഹൻ കുന്നുമ്മലിനെ പോലുള്ള സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ പോയിട്ട് കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ പോലും ആകാത്ത സർക്കാരാണ് സംസ്ഥാന ഭരണത്തിലുള്ളത് എന്നത് പുരോഗമന കേരളത്തിന് അപമാനമാണ്. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ നടത്തിയ പരാമർശം തരംതാണതെന്ന് മുൻ മന്ത്രി GR അനിൽ പ്രതികരിച്ചിരുന്നു. കേരളത്തിലെ സർക്കാർ പരിപാടികളിൽ വന്ദേ മാതരം പൂർണ്ണമായി പാടാത്തത് ഇടതുപക്ഷത്തെ ഭയന്നെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. VCമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് തൊട്ടും തൊടാതെയുമുള്ള പ്രതികരണമാണ് മന്ത്രി റോജി M ജോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. RSS തലവൻ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടെ സാന്നിധ്യമായിരുന്ന മോഹനൻ കുന്നുമ്മലിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ പോലും വകുപ്പ് മന്ത്രിക്ക് ഭയമാകുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ BJP ബന്ധം കൊണ്ട് തന്നെയാണ്. ഇത് RSS കാര്യാലയമല്ല, ക്യാമ്പസ് ആണെന്ന കണ്ണൂർ സർവകലാശാല VCയോട് ഉറക്കെ പറഞ്ഞ വിദ്യാർത്ഥി നേതാവ് ഐഷി ഘോഷിന്റെ ആർജവമൊന്നും UDF മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഔപചാരികതയുടെ പേരിലെങ്കിലും വിദ്യാർത്ഥികൾക്ക് മുൻപിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രതിലോമ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും കേരളത്തിന്റെ മതേതര ക്യാമ്പസുകളെ ഛിദ്രശക്തികളുടെ താവളമാക്കാൻ തണലൊരുക്കുകയാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്ക് VCമാർ തുടർച്ചയായി കൂട്ടുപിടിച്ചപ്പോഴും UDF സർക്കാർ ഒരക്ഷരം മിണ്ടിയില്ല. സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പേരിൽ തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ മോഹൻ കുന്നുമ്മലിനെ കൂടാതെ MG സർവകലാശാല VC D മാവൂത്ത്, മലയാളം സർവകലാശാല VC CR പ്രസാദ് എന്നിവരും പങ്കെടുത്തിരുന്നു. മാധ്യമങ്ങൾക്ക് പോലും വിലക്കേർപ്പെടുത്തി നടത്തിയ RSS പരിപാടിയായിരുന്നു അത്. LDF സർക്കാർ നൽകിയ മുൻഗണനാ പട്ടികയിലെ 2 പേരെ വെട്ടിയാണ് അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2019 സംഘസഹയാത്രികനായതിന്റെ പേരിൽ മോഹൻ കുന്നുമ്മലിന് ആരോഗ്യ സർവകലാശാല VCയായി നിയമനം നൽകിയത്. സർക്കാരുമായുള്ള ഭിന്നതയും നിയമ പോരാട്ടവും തുടരുന്നതിനിടെ 2022 പുനർനിയമനവും നൽകി. അന്നു മുതൽ സംഘപരിവാർ പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യമാണ് മോഹൻ കുന്നുമ്മൽ. വിദ്യാർത്ഥികളെ പാറ്റകളെന്ന് പറയാൻ ശ്രമിച്ച് പരിഹാസ്യനായ വേദിയിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം ഇങ്ങനെയാണ്: അമ്മയെക്കുറിച്ച് അറിയുന്നവർ എപ്പോഴും വന്ദേ മാതരമെന്ന് ഉറക്കെ വിളിച്ചു പറയും. എന്നാൽ അമ്മ എന്താണെന്നോ ആരാണെന്നോ അറിയാത്തവരാണ് ഇതിനെ എതിർത്ത് സംസാരിക്കുന്നത്. മോഡി മുതൽ രാജീവ് ചന്ദ്രശേഖർ വരെയുള്ളവർ പറയുന്ന അതേ വാചകം. മുൻപ് സിൻഡിക്കേറ്റിൽ നല്ല രാഷ്ട്രീയക്കാരില്ലെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കാത്തവരാണ് കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റിൽ ഉള്ളതെന്നും പരിഹസിച്ചയാളാണ് മോഹൻ കുന്നുമ്മൽ. ഇത്തരം സംഘപരിവാർ ആൽവൃക്ഷങ്ങൾ വളരുന്നത് ജനാധിപത്യ സമൂഹം നിസ്സംഗമായി നോക്കി നിൽക്കരുത്. വർഗീയ ഫാസിസ്റ്റുകളുടെ തണലുകളെ ശക്തമായി പ്രതിരോധിച്ച് കേരളത്തിന്റെ മതേതര സ്വത്വം നിലനിർത്തുക തന്നെ വേണം.